ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 14-ാം അധ്യായമായ ഗുണത്രയ വിഭാഗ യോഗത്തിലെ 7 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 8-ാമത്തെ ശ്ലോകം നോക്കാം. തമസ്ത്വജ്ഞാനജം വിദ്ധി മോഹനം സർവദേഹിനാം പ്രമാദാലസ്യ നിദ്രാഭിർ തന്നിബധ്നാതി ഭാരത. ഭാരത, ഹേ ഭരതവംശജ, തമസ്തു തമോ ഗുണമാകട്ടെ, സർവദേഹിനാം എല്ലാ ദേഹികൾക്കും, മോഹനം മോഹകാരണമായതും വിഭ്രമകാരണമായതും, അജ്ഞാനജം അജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്നതും ആകുന്നു. വിദ്ധി എന്നറിയുക. തത് അത്, പ്രമാദ ആലസ്യ നിദ്രാഭീർ പ്രമാദം, അലസത, ഉറക്കം ഇവയോട് ബധ്നാദി ജീവാത്മാവിനെ ബന്ധിപ്പിക്കുന്നു. ഹേ ഭരതവംശജനായ അർജുന, തമോ ഗുണമാകട്ടെ എല്ലാ ദേഹികൾക്കും ഭ്രമകാരണമായതും അജ്ഞാനത്തിൽ നിന്ന് ജനിക്കുന്നതുമാകുന്നു എന്നറിയുക. അത് പ്രമാദം, അലസത, ഉറക്കം ഇവയോട് ജീവാത്മാവിനെ ബന്ധിപ്പിക്കുന്നു. അല്ലയോ അർജുന, തമോ ഗുണം സകല ദേഹികളെയും വ്യാമോഹിപ്പിക്കുന്നതും വിഭ്രമിപ്പിക്കുന്നതും, അതായത് അവരിൽ വിഭ്രാന്തി ഉളവാക്കുന്നതും ആകുന്നു. അത് അജ്ഞാനത്തിൽ നിന്നാണ് ഉദയം ചെയ്യുന്നത്. ഉന്മാദം, ആലസ്യം, നിദ്ര എന്നീ ഫലങ്ങളാൽ അത് ജീവാത്മാവിനെ സംസാരബദ്ധനാക്കി തീർക്കുന്നു. തമോ ഗുണസ്വഭാവിക്ക് ജ്ഞാനസമ്പാദനം അന്യമാണ്. അജ്ഞാനമാണ് അയാളെ ഭരിക്കുന്നത്. വിവേചനബുദ്ധി വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല. അവർ പലവിധ വ്യാമോഹങ്ങളിൽപ്പെട്ട് വിഭ്രമചിത്തരായി, ഉന്മാദികളായി, അലസന്മാരായി, ഉറക്കത്തെ പുൽകുന്നവരായി ഭവിക്കുന്നു. അതായത് തമോ ഗുണം വർദ്ധിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. തമോ ഗുണബാധിതന് ഒന്നിൻ്റെയും യാഥാർത്ഥ്യം സ്പഷ്ടമാവില്ല. കയറിനെ കണ്ട് പാമ്പെന്ന് ധരിക്കുന്നത് പോലെ താൻ ഈ കാണുന്ന ശരീരമാണ് എന്ന് ധരിച്ച് അതിൻ്റെ സുഖം വർദ്ധിപ്പിക്കുവാൻ ഭൗതിക നേട്ടങ്ങളുടെ പിറകെ പാഞ്ഞു നടക്കുന്നു. അദ്ദേഹത്തിന് യാഥാർത്ഥ്യം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവില്ല. അതുകൊണ്ടാണ് കയറിനെ കണ്ട് പാമ്പെന്ന് ധരിക്കുന്നു. അത്തരത്തിലുള്ള സ്വഭാവവിശേഷമാണ് ഉണ്ടാവുക. ശരീരമാണ് താൻ എന്ന് ധരിച്ചുകൊണ്ട് അതിൻ്റെ സുഖം വർദ്ധിപ്പിക്കുവാനും ഭൗതിക നേട്ടങ്ങൾ നേടുവാനും പാഞ്ഞു നടക്കുകയാണ്. ശാശ്വതനായ ആത്മാവിനെപ്പറ്റി അയാൾ ചിന്തിക്കുന്നില്ല. സഹജീവികളുടെ അനുഭവങ്ങൾ കണ്ട് അയാൾ പഠിക്കുന്നില്ല. മറ്റുള്ളവരുടെ മരണങ്ങൾ കണ്ടാലും താനും ഒരു ദിനം മരിക്കും എന്ന സത്യം അയാൾ മനസ്സിലാക്കുന്നില്ല. ഇപ്രകാരം ഉന്മത്തരായി ജീവിക്കുന്നവർ ധാർമ്മികത, സത്യസന്ധത, കാരുണ്യം ഇവയ്ക്കൊന്നും യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അധിക സമയവും ഉണ്ടും ഉറങ്ങിയും സുഖിച്ചും മാത്രം കഴിച്ചു കൂട്ടുന്നു. എങ്കിലും അയാൾ സംതൃപ്തനാകുന്നുമില്ല. ലഭിക്കാത്തതിനെ ഓർത്ത് വിഷാദവാനായി കഴിയുന്നു. ആത്മബോധമോ ഈശ്വരചിന്തയോ അയാളിൽ ഉണരുന്നില്ല. അജ്ഞാനവും അലസതയും മൂലം ഇക്കൂട്ടർ ആവക വിഷയങ്ങളിൽ ബദ്ധരായിത്തീരുന്നു. ഇതാണ് തമോ ഗുണം വർദ്ധിച്ചവരുടെ സവിശേഷതകളായിട്ട് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക്
അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.